വെൽക്കം ബാക്ക് ടു അതേഴ്സ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഫെബ്രുവരി 14 ആണ്, വാലന്റൈൻസ് ഡേ ആണ്. ആം, നമുക്ക് ഇങ്ങനെ പ്രണയിക്കാൻ വേണ്ടി ഒരു ദിവസമൊന്നും ശരിക്കും വേണ്ട. അത് അങ്ങനെ തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ചില മൊമെൻറ്റ്സ് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അതിങ്ങനെ സ്പെഷ്യലായിട്ടൊന്ന് ആഘോഷിക്കുന്നത് ഒരു ഹാപ്പിനെസ് കൂട്ടാനായിട്ട് സഹായിക്കും അല്ലേ? എനിക്ക് അങ്ങനെ ഒരു തോന്നലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എല്ലാ ദിവസവും ആഘോഷിക്കും, എല്ലാ ഡേയ്സും ആഘോഷിക്കും. അത് വാലന്റൈൻസ് ഡേ ആണെങ്കിലും ബർത്ത്ഡേ, ആനിവേഴ്സറി, എനിക്കെല്ലാം ആഘോഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൂടുതലും എനിക്ക് സർപ്രൈസ് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എൻ്റെ കയ്യിൽ പറ്റുന്ന രീതിയിലുണ്ടെങ്കിൽ ഇല്ലാത്ത സമയത്ത് ഞാൻ ചെയ്യൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഞാനത് കൂടുതലും ആഘോഷിക്കാറുണ്ട്. അപ്പം ഞാൻ ഇന്ന് വാലന്റൈൻസ് ഡേ ആയിട്ട് അഗീനൊന്ന് സർപ്രൈസ് ചെയ്യിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാനൊരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എത്രത്തോണ്ട് സർപ്രൈസ് ആവുമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഞാനിതിന് മുന്നേ ഇതുപോലെ സർപ്രൈസ് ചെയ്യിച്ച ഏതാണ്ട് അതേപോലെയൊക്കെ തന്നെയാണ് ഇപ്രാവശ്യം ചെയ്യുന്നത്. അപ്പോൾ സർപ്രൈസ് ആവുമെന്ന് എനിക്കറിയില്ല. എന്നാലും പുള്ളിക്ക് ഇതുവരെ വലിയ ഇതൊന്നുമില്ല, അതായത് ഇങ്ങനെ ചെയ്യും എന്നൊന്നും വിചാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞായിരുന്നു ഇപ്രാവശ്യം എന്നെക്കൊണ്ടൊന്നും നടപടിയാവില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ വേണ്ട, നമുക്കിനി എന്ത് വാലന്റൈൻസ് ഡേ, എല്ലാ ദിവസവും വാലന്റൈൻസ് ഡേ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ആൾ പോയി. അപ്പം നമുക്ക് ഞാൻ സെറ്റപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ഇവിടെയല്ല, വേറെ സ്ഥലത്താണ്. അവിടുന്ന് പോയിട്ട് കളക്ട് ചെയ്തിട്ട് അവിടെ അഗയ്ക്ക് കൊടുക്കണം. അങ്ങനെയാണ്, അതായത് ഓഫീസിൽ കൊണ്ടുപോയി സർപ്രൈസായിട്ട് കൊടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ട് കളക്ട് ചെയ്തിട്ട്, ഇപ്പം ഞാൻ ഇത് ചെയ്യുന്നുണ്ടെന്ന് അറിയാത്തത് കൊണ്ട് വണ്ടിയൊന്നും ഇവിടെ ഇല്ല. അപ്പം ഞാൻ ഓട്ടോ വിളിച്ചിട്ട് വേണം എനിക്ക് പോയി വണ്ടി അപർണയുടെ കയ്യിലാണ്. അപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് വണ്ടി എടുത്ത് വേണം എനിക്ക് പോയിട്ടത് വാങ്ങി അഗിയുടെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കണം. ഇച്ചിരി ടാസ്ക് പരിപാടിയാണ്, എന്നാലും അത് കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കില്ലേ? അപ്പോൾ ആ ഒരു മൊമെൻറ്റ് കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിതൊക്കെ ചെയ്യണേ. അപ്പം നമുക്ക് പോവാം. അപ്പം ഒന്ന് ചെയ്ത് നോക്കാം. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇടപെടലും മറ്റാൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നോഷം നോക്കി നോക്കാം എങ്ങനെയായിരിക്കും റിയാക്ഷൻ. നമ്മൾ റെഡിയായി, നമ്മൾ പോവാണ്. എങ്ങനെയാണ് ആദ്യം പോയിട്ട് സ്കൂട്ടർ എടുക്കണം, വണ്ടി എടുത്തിട്ട് ഇവിടുന്ന് പോയിട്ട് സാധനം കളക്ട് ചെയ്തിട്ട് വേണം നമുക്ക് അഗിൻ്റെ അടുത്തേക്ക് പോകാൻ. അങ്ങനെ നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. ഓട്ടോയിലാണ് പോയത്. നേരെ അപർണയുടെ ഓഫീസിൽ പോയിട്ട് വേണം വണ്ടി എടുക്കാം. അപ്പം നമ്മൾ വണ്ടി എടുത്തു. ഇനി നമുക്ക് പോയിട്ട് സാധനം കളക്ട് ചെയ്യണം. കുറച്ച് പോകാനുണ്ട്. ആളോട് ഞാൻ സെറ്റ് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. പോയിട്ട് നമുക്ക് സാധനം കളക്ട് ചെയ്തിട്ട്, അതായത് ബോക്സൊക്കെ കളക്ട് ചെയ്തിട്ട് നേരെ അഗിയുടെ ഓഫീസിലേക്ക് പോകാം. പോണ വഴിക്ക് ഞാൻ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറി കേട്ടോ. കാരണം എനിക്ക് അവിടുത്തെ സ്ഥലങ്ങളൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് ചോദിക്കും വേണമായിരുന്നു. അങ്ങനെ ഞാൻ നമ്മുടെ ഗിഫ്റ്റ് സെറ്റ് ചെയ്ത സ്ഥലത്തെത്തി. ആക്ച്വലി ഈ ചേച്ചീനെയായിട്ട് എനിക്കിതിന് മുന്നേ കണക്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഇവരുടെ അടുത്ത് നിന്ന് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം കുട്ടുൻ്റെ ബർത്ത്ഡേക്കോ വാലന്റൈൻസ് ഡേക്കോ ഏതോ ഒരു ഡേക്ക് ഇവരുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഗിഫ്റ്റ് വാങ്ങിയത്. അപ്പോൾ അവരെന്നെ ഞാൻ ഇപ്രാവശ്യം കോണ്ടാക്ട് ചെയ്ത കാരണം എനിക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് അവരെ കുറേ ഹെൽപ്പ് ചെയ്തു. പിന്നെ എന്താ വെച്ചാൽ ഞാൻ പോയിട്ട് ഡെലിവറി എടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പോയിട്ട് എടുത്തു. അങ്ങനെ സാധനങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മോംസ് എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ പേരും അവൻ്റെ നല്ല സർവീസ് ആയിരുന്നു കേട്ടോ. നമുക്ക് അഗിയുടെ ഓഫീസിലേക്ക് പോകാം. അങ്ങനെ ഞാൻ ഓഫീസിലെത്തി. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാവരും എന്നെ നല്ല കമ്പനിയാണ് ഞാൻ. അപ്പോൾ അവരുടെ അടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ബാക്കിൽ കൂടെ ആക്കി കാണാതെ പോയി. നേരെ അതിൽ തുറന്നപ്പോൾ അവിടെ മറ്റാൾ തീരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു ഭയങ്കര വാവ് ഫാക്ടർ ഉണ്ടാവില്ല എന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ എന്നാലും ഞെട്ടിപ്പോയി. തീരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും രസമായി. അത് കൊടുത്തപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി, നല്ല ചിരിച്ച മുഖത്തോട് കൂടിയിരുന്നു. സോ അത്ര എനിക്കും ഉണ്ടായിരുന്നുള്ളൂ. ഐ എം വെരി ഹാപ്പി. പിന്നെന്താ വെച്ചാൽ അവിടെ ഉള്ളവരെല്ലാവർക്കും എനിക്ക് എല്ലാവരെയും അറിയാം. അപ്പോൾ സാധാരണ കേക്കാണല്ലോ വാങ്ങാറ്. ഞാൻ ഇപ്രാവശ്യം ഒന്ന് വെറൈറ്റിക്ക് പിടിച്ചതാണ് മഫിൻസ് ആക്കിയത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇത് തുറക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കഴിക്കാൻ സമയമെടുത്ത് കഴിക്കണമായിരുന്നു. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. സാധനം അടിപൊളി, നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ അവനും അതേ ഭയങ്കര ഹാപ്പിയായി. അപ്പം ഞാനും ഹാപ്പിയായി.
ഒരു ഹായ് ഒന്ന് പറഞ്ഞിങ്ങനെ. അങ്ങനെ ഇതിന് വൈകുന്നേരം കുട്ടി വരുമ്പോൾ കേക്ക് കൊടുന്നു. അപ്പം ഞാനും കുട്ടും കൂടിയിട്ടൊരു കേക്ക് മുറിച്ചു. വാലൻറ്റൈൻസ് ഡേക്ക് ഇങ്ങനെ അത്ര വലിയ ആഘോഷത്തിൻ്റെ ആവശ്യമുണ്ടോ അങ്ങനെയൊന്നുമില്ല, പക്ഷെ ഒരു ഹാപ്പിനെസ് അല്ലേ. രാവിലെ ഞാൻ അത്രയും ഡെഡിക്കേറ്റഡ് ചെയ്തുകൊണ്ട് കുട്ടുവിന് ഒരു കുറ്റബോധം. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി കേക്ക് മുറിച്ച് അടിച്ച് പൊളിച്ചങ്ങ് ആഘോഷിച്ചു. DJ നൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്രാവശ്യത്തെ വാലൻറ്റൈൻസ് ഡേ ഒരു അടിപൊളി മെമ്മറബിൾ വാലൻറ്റൈൻസ് ഡേ ആയിട്ട് മാറി. എല്ലാ പ്രാവശ്യവും ഇതുപോലെ ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ എന്നെ തന്നെ ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.